രവീശ്വരം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സായുജ്യം പകർന്നുകൊണ്ട് ബ്രാഹ്മണാചാര്യന്മാരുടെ തേവാരമൂർത്തിയായി ഉപാസിക്കുന്ന കൊടുങ്ങല്ലൂർ ഇളയിടത്ത് ദേവസ്ഥാനത്തെ വേതാള കണ്ഠസ്ഥിതയായ ഭദ്രാഭഗവതി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേശത്തെ നാടുവാഴിക്ക് ലഭിച്ച സ്വപ്ന ദർശനത്തിന്റെ വെളിപാടിൽ നാലമ്പലത്തോടും നടപ്പാതയോടും പരിവാരധ്വജത്തോടും സ്വർണമകുടം മണിമണ്ഡല പ്രഭാജാലം തുടങ്ങിയവയോടെ പണി കഴിപ്പിച്ച് പഞ്ചലോഹ സ്വരൂപമായ വിഗ്രഹം മഹാതാന്ത്രികന്മാരാൽ പ്രതിഷ്ഠിച്ച് ചാങ്ങാട്ടമ്മയായി ദേശപരിപാലനം ചെയ്തു വന്നിരുന്നു. കാലാന്തരത്തിൽ മുഗളന്മാരുടെ പടയോട്ടത്തോടെ കോട്ട നിർമ്മാണവും ആയുധശേഖരങ്ങളും കോലാഹലങ്ങളും കാരണം പൊറുതിമുട്ടിയ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ 1030 ധനുമാസത്തിൽ രേഖകൾ ക്ഷേത്ര കാരണവർക്ക് കൈമാറുകയുണ്ടായി. ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിക്കപ്പെടുകയും ക്ഷേത്രത്തിന് അഗ്നിബാധയാൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതോടെ ഓടുകൾ പാകിയ പുതിയ ക്ഷേത്രവും ശിലാനിർമ്മിതമായ വിഗ്രഹവും ആരാധിച്ചു വന്നു. തുടർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു നിലമാളികയിലെ പുതിയ ക്ഷേത്രം നിർമ്മിതമായി. ദേവപ്രശ്നവിധി പ്രകാരം വർദ്ധിതമായ ദേവീ ചൈതന്യത്തെ ആവാഹിക്കുവാൻ നിലവിലെ ക്ഷേത്രത്തിന് ശേഷിക്കുറവായതിനാൽ ഭക്തജനങ്ങളുടെയും കരക്കാരുടെയും നിർലോഭമായ സഹായ സഹകരണത്താൽ നാം ഇന്നു കാണുന്ന തരത്തിലുള്ള മണിമകുട പ്രശോഭിതമായ ഇരുനിലമാളികയിൽ ധ്വജപ്രതിഷ്ഠയോടുള്ള പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിച്ചു വരുന്നു.